നിന്നൊരു ക്യൂട്ടായിട്ടുള്ള ജേർണൽ ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ജേർണൽ ബുക്കായിട്ടോ ടു ഡു ലിസ്റ്റ് ആയിട്ടോ എന്തായിട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2025 എല്ലാം ആകാനായില്ലേ, അപ്പം നമുക്ക് ബുള്ളറ്റ് ജേർണലായിട്ടോ എല്ലായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ബുക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറേ A4 ഷീറ്റോ എന്ത് പേപ്പേഴ്സ് എങ്കിലും എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരേ സൈസിൽ എല്ലാം മുറിച്ചിട്ട് വെക്കുക. ഞാനിവിടെ 45 പേജസ് ആണ് ടോട്ടലായിട്ട് എൻ്റെ ബുക്കിനെ ചെയ്യാൻ പോകുന്നത്. 45 തന്നെ ആണോ നമുക്കറിയില്ല, 45 30 എത്രയോ ആണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം ഒരുമിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിൻ്റെ സൈഡ് ഉണ്ടാവില്ലേ, ഇതേപോലത്തെ ഇതിൻ്റെ സൈഡിൽ ഗ്ലൂ ഇങ്ങനെ തേച്ചിട്ട് ഉണക്കാൻ വെക്കുക. ഒരു 10 minutes 5 minutes ആയിട്ട് എടുക്കുള്ളൂ. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് A4 ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ അതിലും ഗ്ലൂ ആക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും നല്ല ഉറപ്പായിട്ട് പേജസ് ഒന്നും വിട്ടു പോകാണ്ട് നല്ല രീതിയിലായി വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതൊരു 6 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. 6 മണിക്കൂർ കൊണ്ട് നല്ലോണം സെറ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളൊരു 3 hour എത്രയെങ്കിലും വെക്കുക. ഒരു പേപ്പർ ക്ലിപ്പും കൂടിയും അതിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ല ഉറപ്പിൽ കിട്ടും. അപ്പോൾ പേപ്പർ ക്ലിപ്പും കൂടി ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പേപ്പർ ക്ലിപ്പ് ഇല്ല, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ്. അപ്പം അതിൻ്റെ ആ ഒരു പേപ്പർ ക്ലിപ്പ് എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ സാധാ ടിക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം 6 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഇതിങ്ങനെ നല്ല ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലത്തെ ബുക്കായിട്ട് സെറ്റായിട്ട് വരും. പക്ഷെ എൻ്റെ പേജസ് കുറച്ച് സൈസിൻ്റെ പ്രശ്നമുണ്ട്. ഞാനിനി അത് മുറിച്ച് ശരിയാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് മുറിക്കുമ്പോൾ മറ്റേതിൻ്റെ സൈസ് കൂടും, മറ്റേ പേപ്പറിൻ്റെ സൈസ് കൂടും. അപ്പം മറ്റേത് മുറിക്കും, അപ്പം മറ്റേതിൻ്റെ സൈസ് കുറയും. അങ്ങനെ ആയിട്ട് ആ ബുക്ക് ഫുൾ ഭയങ്കര ഷോർട്ടായി. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ച് ഇനി നമ്മൾ ഇതിൻ്റെ കവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തിക്കായിട്ടുള്ള പേപ്പറാ, തിക്കായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസാ എന്തെങ്കിലും നമ്മൾ എടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബുക്കിൻ്റെ ആ ഒരു ഇതില്ലേ, ഇതിൻ്റെ 0.5 centimeter കൂടുതലായിട്ട് വേണം നമ്മൾ ഈ ഒരു കവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കവറ് നിങ്ങൾക്കിനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ A4 ഷീറ്റ് ഒരു 4 പ്രാവശ്യം ഒട്ടിച്ചാൽ മതി. അന്നേരം കുറച്ചും കൂടി നല്ല അത്യാവശ്യം കവറിൻ്റെ അത്ര തിക്കായിട്ട് കിട്ടും. ഞാൻ പണ്ടുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. അപ്പം ഇങ്ങനെ നമ്മളിനി ഇതെല്ലാം A4 ഷീറ്റിൽ ഇതേപോലെ ഗ്ലൂ ചെയ്ത് എടുക്കും. എനിക്കെന്തോ ഒരു തിക്നെസ് കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ വേറെ ഒരു കളർ പേപ്പറും കൂടിയും ഇതിൻ്റെ കൂടെ ഒട്ടിച്ചിട്ടുണ്ട് തിക്കായിട്ട് കിട്ടാൻ. അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ആ നടുക്കത്തെ സംഭവത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആ പേപ്പേഴ്സ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ ഇത് നല്ലോണം നമ്മൾ പ്രസ് ചെയ്ത് നല്ലോണം ഉണങ്ങാൻ വെക്കും. ഇതൊരു 10 minutes കൊണ്ട് ഉണങ്ങി കിട്ടും. പക്ഷെ അത് അധികം ഇങ്ങനെ തുറന്ന് കളിക്കണ്ട, അന്നേരം അത് പിന്നെയും പോവും. അതുകൊണ്ട് കുറേ നേരം അത്യാവശ്യം കുറച്ച് നേരം അതിങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കവറാണ് ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും പിന്നെ ഞാൻ ഒരു ജേർണലിൽ നിന്ന് ഇങ്ങനെ എഴുതാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്റ്റിക്കർ ഒട്ടിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ അതെന്തോ ഒരു പോലെ ആയതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കുറേ സ്റ്റിക്കേഴ്സ് അങ്ങ് ഒട്ടിച്ച് കൊടുത്ത്. എന്തായാലും ഫൈനൽ നല്ല കോസി ആയിട്ടുള്ള എന്തോ ഒരു ഭയങ്കര രസമുള്ള ഒരു കവർ പേജായിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്രണ്ട് പേജും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ സാധാ ബ്ലാക്ക് കളർ പേപ്പർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ബ്ലാക്ക് കളർ പേപ്പറിൽ വൈറ്റ്നർ കൊണ്ട് ഞാൻ എൻ്റെ പേരിൻ്റെ ലെറ്റേഴ്സ് ALIY എന്ന് എഴുതിയെടുത്തിട്ട് അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ പോലെ വെക്കും. അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോസ്. നമ്മൾ എൻ്റെ ചാനൽ കണ്ടിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ല ഞാനൊരു ഇമെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ സെൻഡ് ചെയ്താൽ മതിയാവും. ഇതാണ് ആ ഇമെയിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബായ്.